ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ സ്പിരിച്വൽ ജേർണി എങ്ങനെയായിരുന്നു, ഹൗ മൈ സ്പിരിച്വൽ ജേർണി ഈസ് ഗോയിങ്, എങ്ങനെയാണ് സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നത്, ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ സോൾ പർപ്പസ് ആസ് എ ടാരോ റീഡർ ആൻഡ് ഹീലർ. അപ്പോൾ 2019 അതിന് മുന്നേ തന്നെ ചെറുതിലെ ഒരു സ്പിരിച്വൽ ടച്ച് ഉണ്ടായിരുന്നു. നോർമലി ഞാനൊരു ഡാൻസറായിരുന്നു. ഡാൻസ് ആദ്യം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ചെറുതിൽ 3.5 വയസ്സിലെ ഡാൻസൊക്കെ ചെയ്ത് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡാൻസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു ചെറുതിലേ. അപ്പോൾ ഓരോ പ്രോഗ്രാംസും സ്വയം കോറിയോഗ്രാഫി ചെയ്തിരുന്നു. ഡാൻസൊക്കെ സ്റ്റേജിൽ കൊണ്ട് നിർത്തും, പപ്പ ഞാൻ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ചെറുതിലെ സ്റ്റേജ് ഫിയർ പോയി. ദാറ്റ് മീൻസ് എൻ്റെ ഉള്ളിൻ്റെ സോളിൻ്റെ ഒരു ഡാൻസ് എന്ന് പറഞ്ഞ സ്റ്റൈൽ ഉണ്ടായിരുന്നു. പാരൻസ് ഡാൻസേഴ്സ് ഒന്നുമല്ല, പക്ഷെ നമ്മുടെ സോള് ഓരോരുത്തർ സോളിൻ്റെ ആ ഒരു ഇതാണ് കാണിച്ചത്. അപ്പോൾ ചെറുതിലെ ഒരു സ്പിരിച്വാലിറ്റി ടച്ച് ഉണ്ടായിരുന്നു. അതിങ്ങനെ മെഡിറ്റേഷൻസ്, യോഗ, ഗീത ഞാൻ പഠിച്ചത് അമൃത സ്കൂളിലായതുകൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള നല്ല രീതിയിൽ ടീച്ചിങ്സ് എനിക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട്. ദെൻ അങ്ങനെ പോയി ഒരു 2017 ഇയേഴ്സൊക്കെ ആയപ്പോൾ 2014 ഐ ജസ്റ്റ് മെറ്റ് മൈ ട്വിൻ ഫ്ലെയിം. അതിപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിയില്ല. കോട്ട് ഇൻ റിലേഷൻഷിപ്സിലായി. അതൊരു നീണ്ട ഒരു യാത്രയായിരുന്നു. കുറേ അപ്സ് ആൻഡ് ഡൗൺസ്, ഇഷ്യൂസ്, ട്രിഗേഴ്സ്. ആ ഒരു റിലേഷൻഷിപ്പ് എന്നെ കുറേ കാര്യങ്ങൾ ട്രിഗേഴ്സ് തന്ന് കുറേ കാര്യങ്ങൾ എന്നെ ഡെവലപ്പ് ചെയ്യുന്നു. എൻ്റെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ വന്നൊരു പേഴ്സൺ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഓരോ തെറ്റുകളും ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് നമ്മളെ ക്ലിയർ ആക്കാൻ വന്നൊരു കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു. അത്രയും ഒരു സെയിം സോൾ ലെവലായിരുന്നു. രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരുന്നു. സെയിം സോൾ ലെവൽ കണക്ഷൻ ആയിരുന്നു. ഫിസിക്കൽ എന്നല്ല, എത്ര അകലെയായിരുന്നെങ്കിലും ആ ഒരു ടെലിപ്പതി വളരെ രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. ടെലിപ്പതി എന്താ പറയുക, വളരെ ടെലിപ്പതി മെസ്സേജസ് ആയിരുന്നു. അവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് പറയാൻ വരുമ്പോൾ തന്നെ ഞാൻ അവിടെ ചോദിക്കും. അങ്ങനെ ഭയങ്കര മൈൻഡ് സോൾ കണക്ഷൻസ് വാസ് വെരി ക്രൂഷ്യൽ. അങ്ങനെയായിരുന്നു. ആ ഒരു 2019 ഒക്കെ ആവുന്ന സമയത്ത് ഗോട്ട് സെപ്പറേറ്റഡ്. അത് കാരണം ആ ഒരു സമയത്താണ് രണ്ടുപേരും അപ്പോൾ അൺഹീൽഡ് വേർഷനായിരുന്നു. അപ്പോൾ മെല്ലെ സ്പിരിച്വാലിറ്റി ഡീപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റി. ലൈക്ക് സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കും. 11 10 10 12 12 555 അങ്ങനെ ഈ സെയിം നമ്പേഴ്സ്. ദാറ്റ് മീൻസ് ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹയർ ഡീപ്പർ പർപ്പസ് ഉണ്ട് ലൈഫിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ ജേർണി വരുന്നത്. എല്ലാവരും സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോകും. പക്ഷേ ഈ ഒരു ജന്മത്തിലാവണമെന്ന് പറയാൻ സാധിക്കും. ചിലവർക്ക് അടുത്ത ജന്മമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ജന്മങ്ങളായിരിക്കാം. ബട്ട് എല്ലാവരും പോകണം. കാരണം നമ്മുടെ സോളിൻ്റെ ലാസ്റ്റത്തെ എവല്യൂഷനാണ്, അതിലൂടെ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ സോൾ ഇങ്ങനെ ബർത്ത് ഡെത്ത് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോകും. സോ അതിനുള്ളൊരു അർത്ഥിയാണ് സ്പിരിച്വൽ ജേർണിയിലേക്ക് കടന്ന് നമ്മൾ ഈഗോടത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ പുതിയ കർമാസം ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. പഴയ എല്ലാ കർമ്മങ്ങളും നമ്മളോട് ഡിസോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് 2019 ഓൾറെഡി സ്പിരിച്വൽ ജേർണി വന്നു. പക്ഷെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഡാർക്ക് നൈറ്റ് ഓഫ് സോളൊക്കെ ആയിരുന്നു. കാരണം അതിലായിരുന്നു എൻ്റെ കരിയർ നഷ്ടപ്പെട്ടു, റിലേഷൻഷിപ്പ് പോയി. ഞാൻ ശരിക്കും ഒരു ഇലകൾ പൊഴിഞ്ഞു പോകുന്ന മരം നിൽക്കുന്ന പോലത്തെ അവസ്ഥയായി. വളരെ സാഡ് ആൻഡ് വളരെ ബാഡ് സിറ്റുവേഷനായി, ഐസൊലേറ്റഡ് ആയി, കൈൻഡ് ഓഫ് ഡിപ്രഷൻ പോലെയൊക്കെ ആയി. പർജിങ് അതുവരെ അറിയാത്ത പേഴ്സൺ സ്റ്റാർട്ടഡ് ക്രൈയിങ്. കാരണം സോള് വേദനിക്കാൻ തുടങ്ങി. ഭയങ്കര സോൾ പർജിങ്സ് വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഡാർക്ക് നൈറ്റ് ഓഫ് സോളാണ്. അതുവരെ യൂട്യൂബ് ഒന്നും കാണാത്ത ഞാൻ ഓട്ടോമാറ്റിക്കൽ ടാരോ റീഡിങ്സ് ഒക്കെ വന്ന് നമുക്ക് കറന്റ് ഫീലിങ്സ് അല്ലെങ്കിൽ ഗൈഡൻസസ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നു തുടങ്ങി. പിന്നെ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഈ ഒരു സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് അറിഞ്ഞു തന്ന ഒരു ചാനലുണ്ട്, മല്ലൂസ്കോഫ് ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിയുടെ ചാനലിലൂടെ കണ്ടപ്പോഴാണ് ഞാൻ കടന്നു പോയ പല സ്റ്റേജസും സിറ്റുവേഷൻസും ഒക്കെ അതിൽ കണ്ടത്. സോ ഐ ജസ്റ്റ് കൺഫേം ദാറ്റ് ഐ ആം ഇൻ ദിസ് TF ജേർണി. പക്ഷെ പലപ്പോഴും നമുക്ക് ഡൗട്ട് വരും. കാരണം പറഞ്ഞ പോലെ ഇത് പറയുന്ന പോലെ അപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ വർക്ക് ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പം നമ്മൾ TF കംപ്ലീറ്റ്ലി സ്പിരിച്വാലിറ്റിയിലേക്ക് ചെന്ന് നമ്മുടെ സ്പിരിച്വൽ എനർജി ഒന്ന് ഹൈ ആക്കുമ്പോഴാണ് അവിടേക്ക് ആ എനർജി പോകുന്നതും അവർക്ക് ചേഞ്ച് വരുന്നതും. ആൻഡ് ഈ DMs അപ്പോഴാണ് DM ആൻഡ് DF എന്ന ടേംസ് വന്നത്. ഡിവൈൻ ഫെമിനിൻ ആൻഡ് ഡിവൈൻ മാസ്കുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡിവൈൻ ഫെമിനിൻ ആയിരുന്നു. ഐ വാസ് എ ചേസർ. പക്ഷെ അത്ര ചേസിങ് ആയിരുന്നില്ല. എനിക്ക് മെസ്സേജ് ഒക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു. സോ ഞാൻ മെസ്സേജ് അയച്ചാലും എനിക്ക് റിപ്ലൈ കിട്ടില്ല, അവിടെ എത്തില്ല. സോ ഐ ജസ്റ്റ് പുൾ ബാക്ക് മൈ എനർജി. ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ഡീപ്പറായിട്ട് എൻ്റർ ചെയ്തു. കുറേ പ്രാക്ടീസസ് മുന്നേ ആർട്ട് ഓഫ് ലിവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ല. പിന്നെ രാജയോഗ മെഡിറ്റേഷൻസ് പഠിച്ചു. അതിൽ പോയപ്പോഴാണ്
കർമ്മയോഗം, ലൈക്ക് എന്താണ് കർമ്മ, എന്താണ് വൈ ഇറ്റ്സ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ്. പക്ഷെ ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യങ്ങളൊന്നും അതിലില്ല. നോർമലി സോള് എന്താണ്, മെഡിറ്റേഷൻസ്, ഡീപ്പർ മെഡിറ്റേഷൻസും അതൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ. ഡീപ്പറായിട്ടുള്ള മെഡിറ്റേഷൻസും ഈ തേർഡ് ഐ ഓപ്പൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ടാരോ റീഡിങ് വരുമ്പോൾ അതിനോട് ഒരു ക്രഷ് തോന്നുന്നു, ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഞാൻ കുഞ്ഞേതായിട്ട് കാർഡ്സ് ഒക്കെ വെച്ചിട്ട്, കാരണം ആ സമയത്ത് ടാരോ റീഡിങ് പഠിക്കാനൊക്കെ പോകുമ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഹിന്ദി ആയതുകൊണ്ട് അത്ര ഫ്ലുവൻ്റ് അല്ല. പക്ഷേ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ വന്നപ്പോഴാണ് കുറച്ചുകൂടി ഹിന്ദി ചാനൽസ്, കാരണം മലയാളത്തിലധികം ട്വിൻ ഫ്ലെയിം ചാനൽസ് ഉണ്ടായിരുന്നില്ല, 1-2 ചാനൽസ് ഉണ്ടായിരുന്നുള്ളൂ. അത് വല്ലപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ്സ് തരാം. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ചേസിങ് ആയിരിക്കും, എന്താണ് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇന്നർ വർക്ക് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതെന്താണ് ഇന്നർ വർക്ക് എന്ന് അറിയില്ല. മെഡിറ്റേഷൻസ് ചെയ്തിരുന്നു, പക്ഷെ മെഡിറ്റേഷൻസ് മാത്രമല്ല ഇന്നർ വർക്ക്, കണ്ടൻമെൻറ്റ് ആവുക, കംപ്ലീറ്റ്ലി അവയർനെസ് കൊണ്ടുവരും. നമ്മുടെ ഓരോ ട്രോമാസും പുറത്തേക്കെടുത്ത് ഹീൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ഈ ഒരു പറയുന്ന കാര്യം. ഇന്നർ ചൈൽഡ് കുറേ വൂൺസ് ഉണ്ടായിരിക്കും, മദർ വൂൺസ്, ഫാദർ വൂൺസ്, അബാൻഡൻമെൻറ്റ് ഇഷ്യൂ, റിജക്ഷൻ ഇഷ്യൂ, ആങ്സൈറ്റി, ഫിയർ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഈഗോ, മെയിൻലി ഈഗോ ആണ്. ഈഗോ പൊട്ടിച്ചാൽ മാത്രമാണ് നമുക്ക് പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താനും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കുള്ളൂ. ഈ ഈഗോ ഉള്ളത് കൊണ്ടാണ് ഡിവൈൻ ഇത് നമ്മൾ തമ്മിൽ ഇത്ര ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ പഠിപ്പിക്കുന്നത്. സെൽഫ് ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ജേർണി മെയിൻലി പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സ്പിരിച്വലി അധികം എന്താ പറയുക, നല്ല രീതിയിൽ സ്പിരിച്വാലിറ്റിയിൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ആ അപ്പുറത്തെ സൈഡിലും ഇതിൻ്റെ എനർജി കാറ്റടിച്ച് അവർക്കും വ്യത്യാസങ്ങൾ വരും. പെട്ടെന്നല്ല, സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ചസ് ആണ് സ്പിരിച്വൽ ജേർണിയിൽ വരുള്ളൂ. സോ നൗ മൈ സ്പിരിച്വൽ ജേർണി ഈസ് ഗോയിങ് ഇൻ വെരി വെൽ. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ കരിയർ അവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്. പക്ഷേ സോൾ പർപ്പസ് ടാരോ റീഡിങ് എത്തി. ഞാൻ ടാരോ റീഡിങ് സ്വന്തമായിട്ട് കുഞ്ഞു കാർഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ കാർഡ്സ് മീൻസ് റീഡിങ്സ് കണ്ടു പഠിച്ച ഇതാണ്, അങ്ങനെ അന്ന് ചെയ്തു തരുന്നത്. പിന്നെ എനിക്ക് സൈക്കിക്കായിട്ട് ഇങ്ങനെ കുറച്ച് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജസ് പണ്ടും ഉണ്ടായിരുന്നു. ഡ്രീം സ്റ്റേറ്റിലൊക്കെ ഇൻറ്റ്യൂഷൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു സൈക്കിക്കായിട്ട്. അങ്ങനെ റീഡ് ചെയ്ത് കൊടുത്തപ്പോൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്, നന്നായിട്ട് നീ പറയുന്ന കാര്യങ്ങൾ അവിടെ മാനിഫെസ്റ്റഡ് ആവുന്നുണ്ട്, നീ ഒരു ഡീപ്പർ ലെവലിൽ പോയി കോഴ്സ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടാരോ കോഴ്സ് പഠിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, 1 രൂപ പോലും വരുമാനമില്ലാത്ത എനിക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന രീതിയിൽ, കാരണം സോൾ പർപ്പസ് ആണ്. അവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുന്നു, ഹീൽ ചെയ്ത് കൊടുക്കുന്നു, ലൈഫ് ചേഞ്ച് ആകുമ്പോൾ എനിക്കതിൻ്റെ ബ്ലെസ്സിങ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻഷ്യലായിട്ടുള്ള ഗെയിൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഡിവൈനോട് ഒരു ട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ എൻ്റെ കരിയർ ബ്ലോക്ക് ചെയ്തിട്ട് എന്നിങ്ങനെ കൊണ്ടിട്ട് ഞാൻ കുറേ പർജിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഹീൽ ചെയ്ത് വന്നു. യൂണിവേഴ്സിൽ ഒടുക്കത്തെ ട്രസ്റ്റായി, എന്താണെങ്കിലും അത് സംഭവിക്കും എന്നൊരു മൈൻഡ് സെറ്റ് എത്തിയപ്പോൾ ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും ഗ്രോത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ കണ്ടന്റ് ആവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുറേ ക്ലയൻസസിൻ്റെ ഡെയിലി എന്ന രീതിയിൽ റീഡിങ്സ് വരുന്നുണ്ട്. അവർക്ക് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഭയങ്കര വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറേ തോട്ട്സുകൾ. പക്ഷേ എനിക്ക് ഞാനിപ്പോൾ വളരെ ബിസിയാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം. 24 മണിക്കൂർ തികയാത്തൊരവസ്ഥയിലേക്ക് എത്തിയ. സോ അത്രയും ബിസി ആയിട്ടാണ് ലൈഫ് കൊണ്ടുപോകുന്നതും അതിലൂടെ ഹീലിങ്സും ഒരാളെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഡെയിലി. സോ അത് യൂണിവേഴ്സിനോട് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ പഠിച്ചു, ഇതൊക്കെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൽ കുറേ ചേഞ്ചസ് വരുന്ന കാര്യങ്ങൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1.5 year ആയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്. അതും കുറച്ചധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. കുറേ റീഡിങ്സ്, കുറേ പേരെ ഹീൽ ചെയ്യാനും കുറേ പേരുമായിട്ട്, കുറേ കുറേ സോൾസുമായിട്ടും സ്പിരിച്വൽ സോൾസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ സാധിച്ചു. ഓൺലൈനായിട്ടും കുഞ്ഞു കർമ്മകളൊക്കെ ഉള്ളതൊക്കെ സെറ്റിൽമെൻ്റ് ആക്കാനും കർമ്മ എന്താണെന്നും കൂടുതൽ സോൾ കോൺട്രാക്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി ഓരോ ദിവസം ഓരോ ലെസൺസ് തന്ന യൂണിവേഴ്സ് പഠിപ്പിച്ച് നല്ല ഗ്രാറ്റിറ്റ്യൂഡിൽ പോകുന്നുണ്ട്. സോ ഇങ്ങനെയാണ് എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ കുറേ ട്വിൻ ഫ്ലെയിം സ്റ്റോറീസ് കുറച്ചധികം ഉണ്ട്. അതിപ്പോൾ ഇതിൽ ഒതുങ്ങില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ. സോ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ചിലവർ ചോദിക്കുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇത്ര ഏജ് കഴിഞ്ഞാലാണ് വരിക. അങ്ങനെയല്ല, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് ജനിക്കുക. പക്ഷെ നമ്മൾ അറിഞ്ഞു പോകുന്ന സമയം ഉണ്ടായിരിക്കും, ഡിവൈൻ ടൈമിങ്. അപ്പോഴാണ് നമ്മൾ അറിയുക നമ്മൾ ഈ ജേർണിയിലാണോ അല്ലയോ എന്ന്. പിന്നെ ഏജ് ലിമിറ്റ് ഇല്ല. ഇത് സോൾ കണക്ഷനാണ്. ഇതിന് പ്രായമില്ല, കളറില്ല, സൊസൈറ്റി ഇല്ല, ജോലി, അങ്ങനെ ഒന്നും ഡിഫറൻസിയേഷൻസ് ഇല്ല. 3D അല്ല, 5D ആണ്, ഹയർ സെൽഫാണ്. നമ്മൾ സോൾ കണക്ഷൻ. സോളിന് നിറവോ ഒന്നുമില്ല. സോൾ നമ്മുടെ ശരീരം എടുക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. കാരണം ഒരു ശരീരം വേണമല്ലോ അതിനെ ആക്ട് ചെയ്യാൻ. അതിനാണ് ഈ ശരീരം എടുക്കുന്നത്. അല്ലെങ്കിൽ സോൾ പ്യുവർ എനർജി കോൺഷ്യസ്നെസ് ആണ്. അപ്പം എനർജിക്ക് അങ്ങനെ ജാതി ഭേദം മന്യൊന്നുമില്ല, എല്ലാം ഈക്വൽ ആണ്.
അപ്പോൾ അങ്ങനെ ചിലർ ചോദിക്കുന്നുണ്ട് ഏജ് ഉണ്ടോ? ഏജ് എന്നല്ല, ചിലവർ ഇപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഒരു ടേം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ പേരൊക്കെ നോർമൽ റിലേഷൻഷിപ്പിലും ട്വിൻ ഫ്ലെയിം ആയിട്ട് കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെയല്ല, റെയറാണ്. എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സിനൊക്കെ കുറേ പേർ ട്വിൻ ഫ്ലെയിം ആയിട്ട് കരുതുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ചിലത് ആവില്ല. കാരണം ട്വിൻ ഫ്ലെയിം റീഡിങ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ പേര് ട്വിൻ ഫ്ലെയിംസ് അല്ല, പാസ്റ്റ് ലൈഫ് വലിയ ട്രോമയുള്ള റിലേഷൻഷിപ്പ്, നാർസിസത്തിനൊക്കെ അവർ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഹീൽ ചെയ്ത് അവർക്ക് നല്ല മെന്റൽ ക്ലാരിറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സോൾ പർപ്പസാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കുഞ്ഞേതാണ്, ഇനി ഇതും ഓരോ കൊല്ലം കൂടുമ്പോൾ ഓരോ ദിവസം കൂടുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ അതാണ് സ്പിരിച്വൽ ജേർണിയിലെ കുറച്ചൊരു ബ്രീഫായിട്ട് പറഞ്ഞത്. ഇതിനേക്കാളും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ വീഡിയോസൊക്കെ ആയിട്ട് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കാണുക. ഡോക്ടർ ശ്രീ 1111 തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക, കുറേ ഇൻഫോർമേഷൻസ് എടുക്കുക. സ്പിരിച്വൽ ജേർണി ശരിക്കും വിചാരിക്കുന്ന പോലെ സിമ്പിൾ അല്ല, വളരെ പെയിൻഫുൾ ആയിരിക്കും. നമ്മളിങ്ങനെ ഇട്ട് ഉരുക്കുന്ന പോലെയാണ്. കുറേ നാണം കെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, ചീത്ത കേൾക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാനും നമ്മുടെ സെൽഫ് വർത്തും ട്രിഗേഴ്സ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളെ കൂടുതലും പ്യുവർ ആക്കുകയാണ്, ഒരു പ്യുവർ ക്രിസ്റ്റൽ ആക്കുക. പ്രിസം കണ്ടിട്ടില്ല, അത്രയും പ്യുവർ ആണത്. ആ ഒരു വിബ്ജിയോർ ആ ലൈറ്റ് അടിക്കുമ്പോൾ അതിൽ പല കളേഴ്സ് വരും, 7 കളേഴ്സ്, റെയിൻബോ കളേഴ്സ്. അതുപോലെ അത്രയും പ്യുവർ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഓരോരോ ലെയറുകൾ ഇങ്ങനെ പൊട്ടിച്ച് അതാണ് ഈഗോ ഇങ്ങനെ കംപ്ലീറ്റ്ലി മാറി പ്യുവർ കോൺഷ്യസ്നെസ് ആകുമ്പോൾ ഡിവൈനുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈൻ യൂണിയൻ ആവും. അങ്ങനെ ട്വിൻ ഫ്ലെയിമിൽ നമ്മൾ രണ്ടുപേരും ഹീൽ ചെയ്ത് വരുന്ന സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോൾ ഡിവൈൻ ഫെമിനിൻസ് പിന്നെ അവരിൽ വളരെ കണ്ടന്റ് ആയിരിക്കും. ഡിവൈൻ മാസ്കുലിനെ കുറിച്ച് ബോധോളായിരിക്കില്ല. അൺകണ്ടീഷണൽ ലവ് അപ്പോഴും ഉണ്ടായിരിക്കും, പക്ഷെ അവർ വേണമെന്നോ അവർ വന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നോ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഡിവൈൻ എന്ത് ചെയ്യാം, യൂണിയൻ നടത്തിപ്പിക്കുക രണ്ടുപേര്. പിന്നെ അവർ രണ്ടുപേരും കൂടി സോൾ പർപ്പസ് ചെയ്യും. മിക്കതും രണ്ടുപേരും ഒരുമിച്ച് വരികയാണ് ചെയ്യുക. ഡിവൈൻ മാസ്കുലൻസിന് ഇവരുടെ അത് ഹാഫാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാർമിക് സിറ്റുവേഷൻസ് മിക്കതും ഉണ്ടായിരുന്നു. മിക്ക DMസിനും ഒരു മാരേജ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് അതൊരു കാർമിക്കാണ്. അവർക്ക് ആ കാർമിക്ക് വന്നാൽ മാത്രമാണ് അവർക്ക് റിയൽ ലവ് എന്താണ് ഫേക്ക് ലവ് എന്നുള്ള ഡിഫറൻസിയേഷൻസ് മനസ്സിലാവുള്ളൂ. അവർക്ക് പിന്നെ അവരിൽ നിന്ന് കുറേ കർമ്മ പഠിക്കാനുണ്ടായിരിക്കും. ഇനി അവർ സോൾമേറ്റ് കല്യാണം കഴിച്ചു പോയാൽ അവർക്ക് അവിടെ ഭയങ്കര കാർമിക് സിറ്റുവേഷൻസ് ആണ് ഉണ്ടായി. കാർമിക് ജോബ്, കാർമിക് ഫാമിലി, എല്ലാം കാർമിക് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് എവിടെ നിന്നാണ് റിയൽ ലവ് അവർക്ക് കിട്ടിയതെന്ന് ചിന്തിക്കുന്നതും അഗെയിൻ ബാക്കിലേക്ക് വരുന്നത്. പക്ഷെ പെട്ടെന്നല്ല, അവർക്കും ഈഗോ കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ചെയ്തതിന് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീയൂണിയൻ സംഭവിക്കും. സോ ദാറ്റ്സ് എന്താ പറയുക, ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് ആയിരിക്കും. കാരണം ആ ഹാഫ് സോള് 1 സോളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. രണ്ടുപേർക്കും രണ്ടുപേരും ആയിരിക്കും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫിക്കേഷൻസ് ഇൻ ഓൾ ടേംസ്, ഫിസിക്കലി, മെൻ്റലി, വെർബലി, എല്ലാ രീതിയിൽ. കാരണം സെയിം സോൾ അല്ലേ. നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു പ്രതിബിംബത്തോട് അല്ലെങ്കിൽ ഷാഡോട് സംസാരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അതുപോലെ നമുക്ക് കുറേ ഷാഡോ സെൽസ് ഒക്കെ ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. സോ ഇതൊരു കുഞ്ഞൊരു ബ്രീഫായിട്ടാണ് സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞത്. കുറേ ഡൗട്ട്സ് വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇനി വീഡിയോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇതുപോലെയാണ് പറഞ്ഞത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് കൺഫേം നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് അവരെ കണ്ടതിന് ശേഷം നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലേക്ക്, സ്പിരിച്വൽ ഉദ്ദേശിക്കുന്നത് ഭയങ്കര കുറിയുടെ അങ്ങനെയല്ല, നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഞാനൊക്കെ വെജായി സ്പിരിച്വൽ സൈഡ് നമ്മളങ്ങനെ മെഡിറ്റേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോകും. നമ്മൾ ഒറ്റയായിരിക്കും എലോൺ. ആ ഒരു ചിലവർ സെലിബസി അനുഭവിക്കേണ്ട സമയം ഉണ്ടായിരിക്കും. ഡിവൈൻ ഫെമിനിൻസ്, ചില ഡിവൈൻ ഫെമിനിൻസ് മാരീഡ് ആയിരിക്കും, ചിലവർ സിംഗിൾ ആയിരിക്കും. അങ്ങനെ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ 2 പേരും സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 പേരും മാരീഡ് ആയിരിക്കും. സിറ്റുവേഷൻസ് ഉണ്ട്. 2 പേര് മാരീഡ് ആക്കുന്ന സിറ്റുവേഷൻ. ചിലവർ ചോദിക്കും ഞങ്ങൾ ഇനി മാരേജ് പോസിബിലിറ്റി ഉണ്ടാവില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് ഡെസ്റ്റിനിയിൽ മാരേജ് ശരിക്കും 3D ഒരു കോൺട്രാക്റ്റ് ആണ്. അത് ശരിക്കും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. 5Dയിൽ ഓൾറെഡി 2 പേരും മാരീഡ് ആയിരിക്കും. 5Dയിൽ 2 പേരും മാരീഡ് ഹസ്ബൻഡ് ആൻഡ് മാരീഡ് എന്താ പറയുക വൈഫ് ആയിരിക്കും. അങ്ങനെയാണ്. ഓക്കെ, സോ സ്പിരിച്വൽ ടച്ചാണ് കൂടുതലുണ്ടാവുക. ഫിസിക്കലിലായിരിക്കില്ല അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക. സോ അതാണ് ഒരു ബ്രീഫ് നോട്ട് അബൌട്ട് സ്പിരിച്വൽ ജേർണി, സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ട്വിൻ ഫ്ലെയിം. ഓക്കെ, അപ്പോൾ അതാണ്. സോ
അതിനെക്കുറിച്ചൊന്ന് അവയർനെസ് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കൺഫേം ചെയ്യുന്നത് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ടാരോ കൺഫർമേഷൻ ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കും നമ്മൾ ഈ ജേർണിയിലാണോ. കാരണം മിക്ക റിലേഷൻഷിപ്പ് ഏതാണ് ഒരുപോലെയൊക്കെ തോന്നുന്നത്, പക്ഷെ അവർ ഭയങ്കര ഇൻറ്റൻസിറ്റി തോന്നും. ബ്രേക്കപ്പ് ആയാലും കാർമിക് ആണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് മറന്നു പോകാൻ സാധിക്കും. സോൾമേറ്റ്സ് ആണെങ്കിലും അത്ര വലിയ ഇതുണ്ടാവും. സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ജസ്റ്റ് ഫ്രണ്ട്സ് പോലെയായിരിക്കും, അത്ര വലിയ ചലഞ്ചസ് ഒന്നും ലൈഫിൽ വരില്ല. പക്ഷെ ട്വിൻ ഫ്ലെയിമിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ചലഞ്ചസ് ആയിരിക്കും, അത്രയും പ്രശ്നങ്ങളായിരിക്കും. നമ്മളങ്ങനെ ഇട്ട് യൂണിവേഴ്സ് ഇങ്ങനെ ഈ ചൂടാക്കുന്ന പോലെ പറയില്ല ഡയമണ്ടൊക്കെ, അങ്ങനെ അത്രയും ഹൈ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ചലഞ്ചസ് അത്രയും ഇട്ട് നമ്മളെ ഇങ്ങനെ ഇട്ട് ക്ലിയർ ആക്കും. ഓക്കെ, സോ അതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എൻ്റെ ജേർണിയിൽ കുഞ്ഞു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഡീപ്പറായിട്ട് പേഴ്സണൽ റീഡിങ്സ് അതുപോലെ പേഴ്സണലായിട്ടുള്ള ഗൈഡൻസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മീൻസ് വാട്സപ്പ് മെസ്സേജസ് അയയ്ക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസസ് എനിക്ക് തരാൻ സാധിക്കും. ബിക്കോസ് എൻ്റെ സോൾ പർപ്പസ് ആണിത്. അപ്പോൾ ഞാൻ ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഹീൽഡായിട്ട് ഡിവൈൻ ഫാമിലി ആയതുകൊണ്ട് കറക്റ്റ് ഒരാൾ വരുമ്പോൾ അവിടെ എനർജി കറക്റ്റായിട്ട് എനിക്ക് ടാരോ കാർഡ്സ് ഇല്ലാതെ തന്നെ മനസ്സിലാവും വാട്ട് എനർജി ദേ ആർ പൊസസിങ്, അവർക്ക് എവിടെയാണ് ഇഷ്യൂ, എവിടെയാണ് അവർ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുത്ത് ക്ലിയർ ആക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ആ പ്രോബ്ലംസ് മാറുകയാണ് ചെയ്യുക. അല്ലാതെയും കുറേ ടാരോ റീഡേഴ്സ് ഉണ്ട്, മീൻസ് ചുമ്മാ ബിസിനസ് പർപ്പസും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ആ ടോപ്പിക്കും മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ, പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും. നമുക്ക് ഇവിടെ അത് മാത്രമല്ല, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റിയും കൂടിയാണ് ഉള്ളത്. സോ താങ്ക് യു. അപ്പോൾ അതാണ് എൻ്റെ ജേർണിയുടെ ഒരു കുഞ്ഞു പോർഷൻ. കൂടുതൽ ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.